ഇടുക്കി കട്ടപ്പനയിൽ കനത്ത മഴയിൽ കെട്ടിട സമുച്ചയത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. ചേന്നാട്ടുമറ്റം ജംഗ്ഷനിൽ നിലനിന്നിരുന്ന കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. കെട്ടിടം അപകടാവസ്ഥയിലാണ്. ദൃശ്യങ്ങൾ ജനൻ ടിവിക്ക് ലഭിച്ചു. സുബിൻ ചേർന്നു. സുബിൻ, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വളരെ അപകടകരമായ നിലയിലാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴുന്നത്. ഇനിയും തൊട്ടപ്പുറത്തുള്ളത് ആ കെട്ടിടമാണ്. കെട്ടിടവും അപകടകരമായ നിലയിൽ പ്രവർത്തിക്കുന്നു. ആ കെട്ടിടത്തിൽ എന്താണ് പ്രവർത്തിക്കുന്നത്? എന്തെങ്കിലും സ്ഥാപനങ്ങളാണോ, അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ താമസിക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ എടുത്തിട്ടുള്ള മുൻകരുതൽ നടപടികൾ? സുബിൻ തോമസ്. വ്യാപാര സമുച്ചയങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ബഹുനില കെട്ടിടം, ഏകദേശം 6 നിലകളുള്ള ഒരു കെട്ടിടമാണ്. കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു താണിട്ടുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു സ്ഥലത്താണ് ഈ ഒരു കെട്ടിടം. അതായത് കൊടുന്നണി മുകൾ ഭാഗത്ത് നിന്ന് ഈ സംരക്ഷണ ഭിത്തി ഒന്നാകെ താഴേക്ക് ഇടിഞ്ഞു വരികയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ് കട്ടപ്പന മേഖലയിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമെന്നോളമാണ് ഇത്തരത്തിൽ ഈ ഒരു മണ്ണിടിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ ഇപ്പോഴും ഈ മണ്ണ് ഇടിഞ്ഞ ഭാഗത്ത് നിന്ന്, ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ ഭാഗത്ത് നിന്ന് ഇപ്പോഴും മണ്ണ് ഊർന്ന് താഴേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതോട് ചേർന്ന് തന്നെ മറ്റ് സംരക്ഷണ ഭിത്തികളുണ്ട്. ഈ സംരക്ഷണ ഭിത്തികളും ഇടിഞ്ഞ് വീഴാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇപ്പോഴും മഴ പെയ്യുന്ന ഒരു സാഹചര്യം ബാധിക്കുന്നില്ല എന്നുള്ളതാണ് കെട്ടിട ഉടമകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വ്യക്തമാക്കുന്നത്. ഇത് കെട്ടിടവുമായി വിട്ട് നിൽക്കുന്ന പ്രദേശമാണ്, അതോട് വിട്ടു നിൽക്കുന്ന സ്ഥലമാണ്. ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടിയ ശേഷം മണ്ണിട്ട് നിറയ്ക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇന്റർലോക്ക് ചെയ്യുകയുണ്ടായി. ഇന്റർലോക്ക് വഴി വെള്ളം ഇറങ്ങിയാണ് ഇത്തരത്തിൽ ഈ ഒരു സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് താണത് എന്നുള്ളൊരു വിശദീകരണമാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു കെട്ടിട ഉടമയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ നൽകുന്ന വിശദീകരണം. എന്തായാലും ഒരു അപകട സാഹചര്യം ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഈ സംരക്ഷണ ഭിത്തി നിലവിൽ ഇടിഞ്ഞു വീഴാറായി നിൽക്കുന്ന സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് മറ്റ് കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളുടെ ഭാഗത്തേക്ക് ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 6 നിലയുള്ള ഒരു കെട്ടിടമാണ്. നിരവധി വൻകിട വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവരെ വേണ്ട നടപടികൾ ഏകദേശം അരമണിക്കൂർ മാത്രമേ ആയിട്ടുള്ള ഈ ഒരു സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിട്ട് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നിരീക്ഷണം നടത്താൻ നഗരസഭാ അധികൃതരുടെ ഭാഗത്തു നിന്ന് ആരും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴും ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് ഇടിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഇപ്പോഴും മണ്ണ് ഊർന്ന് താഴേക്ക് വരുന്നുണ്ട്. അതാണ് നിലവിൽ ഇപ്പോൾ ഒരു ആശങ്ക ഇപ്പോഴും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതായുണ്ട്. അത് എപ്പോൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇപ്പോഴും മഴ തുടരുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ മറുവശത്ത് അതോടൊപ്പം തന്നെ ചേർന്നൊരു സംരക്ഷണ ഭിത്തിയുടെ ഭാഗമുണ്ട്. ആ ഭാഗം ഇടിയാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അപകട സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു ഇടപെടൽ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇടുക്കി കട്ടപ്പനയിലാണ് കനത്ത മഴയിൽ കെട്ടിട സമുച്ചയത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ്.